ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സീരീസ് എന്നാൽ എന്ത്, അതുപോലെ തന്നെ എത്ര തരം സീരീസുകളുണ്ട്, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ. നമുക്ക് നോക്കി നോക്കാം. എ സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഓർ ബോത്ത് വിച്ച് ഫോളോ എ പർട്ടിക്കുലർ റൂൾ. അതായത് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്പർ മാത്രമാവാം, അല്ലെങ്കിൽ ലെറ്റർ മാത്രമാവാം, അല്ലെങ്കിൽ നമ്പറും ലെറ്ററും കൂടെ കമ്പൈൻഡ് ആവാം. ഇത് എല്ലാം എന്താണ്? ഒരു പ്രത്യേകം ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതാണ് ഒരു സീരീസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈച്ച് എലമെന്റ് ഓഫ് എ സീരീസ് ഈസ് കോൾഡ് ടേം. അതായത് എല്ലാ എലമെന്റിനെയും നമുക്ക് എന്താണ്? ടേം എന്ന് പറയാം. അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? വി ഹാവ് ടു അനലൈസ് ദ പാറ്റേൺ ആൻഡ് ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഓർ നെക്സ്റ്റ് ടേം ടു കണ്ടിന്യൂ ദ പാറ്റേൺ. അതായത് നമുക്ക് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ അടുത്ത ടേമും കണ്ടുപിടിക്കാം. പിന്നെ സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ടൈപ്സ് ഓഫ് സീരീസ്. ഫസ്റ്റ് ഏതാണ്? നമ്പർ സീരീസ്. നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ നമ്പർ മാത്രം ഉണ്ടാവും. ആൽഫബറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുമ്പോൾ നമ്പർ സീരീസും ഉണ്ടാവും, അതേപോലെ തന്നെ ആൽഫബറ്റ് രണ്ടും കൂടെ കമ്പൈൻഡ് ആയ സീരീസിനെയാണ് നമ്മൾ പറയുന്നത് ആൽഫ ന്യൂമറിക് സീരീസ്. പിന്നുള്ളത് എന്താണ്? മിക്സഡ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരു നമ്പർ സീരീസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് രണ്ട് നമ്പർ സീരീസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് മിക്സഡ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് പാറ്റേൺ സീരീസ് ഉണ്ടാവും. അതെങ്ങനെയാ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം എ എന്ന് എഴുതി, അത് കഴിഞ്ഞിട്ട് ബി എന്ന് എഴുതി, പിന്നെ എ എന്ന് എഴുതി, പിന്നെ ബി എന്ന് എഴുതി. ഇതൊരു സീരീസ് ആണ്. അതായത് എ ആദ്യം രണ്ടായി, ബി രണ്ടായി, എ മൂന്നായി, ബി മൂന്നായി, പിന്നെന്താവും? എ നാലാവും. അങ്ങനെ ഒരു സീരീസ്. ഇത് എന്തിന് എക്സാമ്പിളാണ്? കണ്ടിന്യൂസ് പാറ്റേൺ സീരീസിന് എക്സാമ്പിളാണ്. പിന്നുള്ളത് എന്താണ്? കറസ്പോണ്ടൻസ് സീരീസ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അതിലെന്ന് പറയുമ്പോൾ 3 സീക്വൻസ് ആയി തന്നിട്ടുണ്ടാവും. അതിൽ 3 സീരീസ് ഉണ്ടാവും. അത് നമ്മൾ മാച്ച് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? നമ്പർ സീരീസിന്റെ ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ നമ്പർ സീരീസ് ഈസ് എ ഫോം ഓഫ് നമ്പേഴ്സ് ഇൻ എ സർട്ടൻ സീക്വൻസ് വേർ സം നമ്പേഴ്സ് ആർ മിസ്റ്റേക്ക്ലി പുട്ട് ഇൻ ടു ദി സീരീസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് സം നമ്പേഴ്സ് ഈസ് മിസ്സിങ് ഇൻ ദാറ്റ് സീരീസ്. അതായത് നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ചിലപ്പം റോങ് ആയിട്ടുള്ള ഒരു ടേം ആഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടേം മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്പർ സീരീസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം സോൾവ് ചെയ്യുന്നതിൻ്റെ മുന്നേ? ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. ഇവൻ ആൻഡ് ഓഡ് നമ്പേഴ്സ് നമുക്കറിയണം. ഇവൻ നമ്പർ ഏതൊക്കെയാണ്, ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ അതേപോലെ തന്നെ പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സിനെ കുറിച്ചൊരു ഐഡിയ വേണം. അതേപോലെ തന്നെ സ്ക്വയറും സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ക്യൂബ് റൂട്ടും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ സീരീസ് ധൈര്യത്തോടെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് നമ്പർ സീരീസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്താണ് കൊടുത്തുള്ളത്? പെർഫെക്റ്റ് സ്ക്വയർ സീരീസ്. പെർഫെക്റ്റ് സ്ക്വയർ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1, 4, 9, പിന്നെ എത്ര വരിക? 16 അല്ലേ? അതായത് 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. ഇതൊരു സീരീസ് ആണ്. എന്ത് സീരീസ് ആണ്? പെർഫെക്റ്റ് സ്ക്വയർ സീരീസ് ആണ്. പിന്നെ മുകളിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇവിടെ. 841 ക്വസ്റ്റ്യൻ മാർക്ക് തന്നു, 2401 തന്നു, 3481 തന്നു, 4761 തന്നു. അപ്പോൾ ഇത് മിസ്സിംഗ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് 841 എത്രേൻ്റെ സ്ക്വയറാന്ന് നോക്കിയാൽ മതി. നമുക്ക് ഈ സീരീസ് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ സ്ക്വയറും അവസാനിക്കുന്ന എത്രയിലാണ്? 1ലാണ്. അപ്പോൾ എന്താണ് വരിക? ലാസ്റ്റത്തെ നമ്പർ, അതായത് 9ന് സ്ക്വയർ 81. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ് വന്നിട്ടുള്ളത്. ഇത് 9ന്റെ സ്ക്വയർ ആവാൻ ചാൻസ് ഉണ്ട്.
അതായത് യൂണിറ്റ് ഡിജിറ്റ് എത്രയാണോ സ്ക്വയർ എടുക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റത്തെ 841 എത്രേൻ്റെ സ്ക്വയറാണ്? 29ൻ്റെ സ്ക്വയറാണ് 841. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതിനുള്ള ഷോർട്ട് ട്രിക്ക് ഞാൻ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 29ൻ്റെ സ്ക്വയർ അല്ല കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 9ൻ്റെ സ്ക്വയർ എടുക്കുക 81. പിന്നെ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 04 എന്ന് എഴുതുക. പിന്നെ എന്ത് ചെയ്യാം? 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഈ മുകളിലത്തെ സ്ക്വയറിൻ്റെ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 18. 18നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 36 അല്ലേ വരിക. അപ്പോൾ 36 നമുക്ക് ആഡ് ചെയ്യുക അടിയിൽ. അപ്പോൾ 1 8ഉം 2ഉം എത്രയാണ്? 10. 14 4 ശിഷ്ടം 1. പിന്നെ 4 3ഉം 7ഉം 1ഉം എത്രയാണ്? 8. 841. അതായത് 29ൻ്റെ സ്ക്വയറാണ്. പിന്നെ 24.01 എന്ന് പറയുമ്പോൾ എത്രയാണ്? 49ൻ്റെ സ്ക്വയറാണ്. പിന്നെ അതേപോലെ തന്നെ 34.81 എന്ന് പറയുമ്പോൾ 59ൻ്റെ സ്ക്വയറാണ്. 47.61 എന്ന് പറയുമ്പോൾ 69ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയാണെങ്കിൽ ഈ മിസ്സിങ് വരുന്നത് എത്രേൻ്റെ സ്ക്വയറാണ്? 39ൻ്റെ സ്ക്വയർ അല്ലേ? 10 വെച്ചല്ലേ കൂടി പോകുന്നത്. 39ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 39ൻ്റെ സ്ക്വയറാണ്. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം 39ൻ്റെ സ്ക്വയർ എത്രയാണ്. എങ്ങനെയാണ് ചെയ്യുക? 9ൻ്റെ സ്ക്വയർ എടുക്കുക 81. 3ൻ്റെ സ്ക്വയർ എടുക്കുക 9. 09 എന്ന് എഴുതുക. പിന്നെ 3 × 9 ചെയ്യുക 27. 27 × 2 ചെയ്യുക. എത്രയാണ് വരിക? 14 4 ശിഷ്ടം 1 4 5 54 വരുമല്ലോ. 54 നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 1 8 4 12 2 ശിഷ്ടം 1 9 5 എന്ന് പറയുമ്പോൾ 14. 14 + 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15. അപ്പോൾ നമ്മുടെ മിസ്സിംഗ് ടേം എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 15 21. 1521 മിസ്സിംഗ് ടേം. അത് എത്രേൻ്റെ സ്ക്വയറാണ്? 39ൻ്റെ സ്ക്വയറാണ്. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കി നോക്കാം. അടുത്ത ടൈപ്പ് എന്താണ്? പെർഫെക്റ്റ് ക്യൂബ് സീരീസ്. പെർഫെക്റ്റ് ക്യൂബ് സീരീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 40 96 49 13 58 32 ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ട് പിന്നെ എത്രയാണ്? 8000 അല്ലേ? 8000 തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രേൻ്റെയൊക്കെ ക്യൂബാണ് നമുക്ക് മനസ്സിലൊരു ഐഡിയ വേണം. സുഖമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എത്ര? 2ൻ്റെ ക്യൂബ് എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ 20ൻ്റെ ക്യൂബ് എത്രയാണ്? 8 ഇട്ടിട്ട് അപ്പോൾ ഇതെത്രയാണ്? ലാസ്റ്റുള്ള ടേം 20ൻ്റെ ക്യൂബാണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ എത്രേൻ്റെ ക്യൂബാണ്? 16ൻ്റെ ക്യൂബ്. പിന്നെ എത്രയാണ്? 17ൻ്റെ ക്യൂബ്. പിന്നെ 18ൻ്റെ ക്യൂബ്. പിന്നെ എത്രയാണ് വരിക? 19ൻ്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ മിസ്സിങ് വരുന്നത് 19ൻ്റെ ക്യൂബാണ്. 19ൻ്റെ ക്യൂബ് വാല്യൂ എത്രയാണ് വരിക? 19ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 68 59 വരും 19ൻ്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ട് വരുന്ന ടേം എന്ന് പറയുമ്പം 68 59 ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് എന്താണ്? മിക്സഡ് നമ്പർ സീരീസ്. മിക്സഡ് നമ്പർ സീരീസ് എന്താണ്? 2 സീരീസുകളും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് മിക്സഡ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇവിടുത്തെ എക്സാമ്പിൾ എന്താണ്? ഫസ്റ്റ് വരുന്നത് 62 62 64 30 32 14 16 മിക്സഡ് സീരീസ് എന്നാണ് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്തടുത്തുള്ള 2 ടേമും എന്താണ്? 2 സീരീസിൻ്റെ ആയിരിക്കും. അത് മനസ്സിലാക്കണം. അന്നേരം എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റത്തെ ഇതും അത് കഴിഞ്ഞിട്ട് വരുന്നതുമാണ് ഒറ്റ സീരീസിലുള്ള ടേമായിട്ട് വരിക. അതായത് 62 30 പിന്നെ 30 14 പിന്നെ വരുന്നതാണ് 14 ക്വസ്റ്റ്യൻ മാർക്കും. അത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഈ സീരീസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 62 അങ്ങനെ 30 നമുക്ക് 62 എന്ത് ചെയ്യാം? 2 മൈനസ് ചെയ്യാം.
62 മൈനസ് 2 എന്ന് പറയുമ്പോൾ 60. 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എത്രയാണ്? 30. 30 ആയല്ലോ. ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് ആദ്യം -2 ചെയ്യുക, പിന്നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 നിന്ന് -2 ചെയ്തിട്ടുണ്ട് എത്രയായി? 28. 28നെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയായി? 14. കറക്റ്റാണ് നമ്മൾ ചെയ്ത കാര്യം. 14 കിട്ടി. ഇനി നമുക്ക് അടുത്ത ടേം കണ്ടുപിടിച്ചുകൂടെ സുഖമായിട്ട്? 14ന്ന് 2 മൈനസ് ചെയ്യുക. അപ്പം എത്രയാണ്? 12 കിട്ടി. 12 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ട് എത്രയാണ്? 6 കിട്ടി. അപ്പം മിസ്സിങ് ടേം എന്ന് പറയുമ്പോൾ 6ആണ് വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ സീരീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീരീസ് ഉണ്ട്. അതിൻ്റെ മെത്തേഡ് എങ്ങനെയാവും, പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് നോക്കാം. 64 32ആയി, 32 16ആയി. അപ്പോൾ എന്താണ് ഇവിടെ? ഡിവൈഡഡ് ബൈ 2 അല്ലേ ചെയ്യുന്നത്? 64ൻ്റെ പകുതിയാണ് 32, 32ൻ്റെ പകുതിയാണ് 16, 16ൻ്റെ പകുതിയാണ് 8. ഇനിയിപ്പോൾ 2 ടേമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്താണ് ആൻസർ വരിക? 8 വരും അടുത്ത ടേം. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പ്രൈം സീരീസ്. പ്രൈം സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈം നമ്പറിൻ്റെ സീരീസ് ആണ് പ്രൈം സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, പ്രൈം നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾ. 2 3 5 7 11 13. ഇതെന്താണ്? പ്രൈം നമ്പർ ഇങ്ങനെ എഴുതി പോവുക കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇവിടെ 13 കഴിഞ്ഞിട്ട് ഏത് പ്രൈം നമ്പറാണ് വരിക? 14 അല്ല, 15 അല്ല, 16 അല്ല, 17 ആണല്ലോ. 17 പ്രൈം നമ്പറാണ്. അപ്പോൾ ഇവിടെ മിസ്സിങ് ആയിട്ട് വരുന്നത് ഏതാണ്? 17. പിന്നെ അത് കഴിഞ്ഞിട്ട് 19. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. 5ാമത്തെ ടൈപ്പ് എന്താണ്? അൾട്ടർനേറ്റ് പ്രൈം നമ്പർ. അതായത് ഒന്ന് ഇടവിട്ട് വരുന്ന പ്രൈം നമ്പറാണ് അൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5 11 17 23 41. അതായത് ഒന്ന് ഇടവിട്ടാണ് ഇവിടെ പ്രൈം നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 23 കഴിഞ്ഞിട്ട് അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 24 അല്ല, 25 അല്ല, 26 അല്ല, 27 അല്ല, 28 അല്ല, 29 ഒരു പ്രൈം നമ്പറാണ്. പക്ഷേ 29 നമ്മൾ എടുക്കൂല, ഒന്ന് സ്കിപ്പ് ചെയ്യണ്ടേ 23 കഴിഞ്ഞിട്ട്. അപ്പോൾ 29 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാണ്? 30 പ്രൈം നമ്പർ അല്ല, 31 പ്രൈം നമ്പർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ മിസ്സിങ് ആയിട്ടുള്ള ടേം ഏതാണ്? 31 ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ടേം. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. ടൈപ്പ് 6 ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 4 7 10 13 16 19. പിന്നെ ഒരു മിസ്സിങ് ടേം വന്നു, പിന്നെ 25. നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ഒരു നമ്പർ സീരീസ് തന്നിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കുക, ഫസ്റ്റ് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം അടുത്തടുത്ത ടേമുകളുടെ. അപ്പോൾ 4 എങ്ങനെ 7ആയി? +3 അല്ലേ വരിക. പിന്നെ 7 10ആയി +3, 10 13ആയി +3, 13 16ആയി +3, മൊത്തം +3 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 19 + 3 ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടുമല്ലോ. 19 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 22. അപ്പോൾ ഇവിടുത്തെ മിസ്സിങ് ടേം എന്ന് പറയുമ്പോൾ 22 ആണ്. ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയ ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ടേമെന്നും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ നമുക്ക് 7ാമത്തെ ടൈപ്പ് നോക്കാം. 7ാമത്തെ ടൈപ്പിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? 2 10ആയി, 10 26ആയി, 26 50ആയി, 50 82ആയി. നമുക്ക് എന്തൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കാം. ആദ്യം ഡിഫറൻസ് എടുത്ത് നോക്കാം. 10ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 8, 26ന്ന് 10 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 16, 50ൽ നിന്ന് 26 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 24. പിന്നെ എത്രയാണ്? 82ന്ന് 50 പോയിട്ടുണ്ടെങ്കിൽ 32. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 8,
16, 24, 32. അതായത് 8 കൂടി കൂടി വരിക. 1 8 8 16, 3 24, 4 8 32. അടുത്തത് എത്രയാണ് വരിക? 32 + 8 എന്ന് പറയുമ്പോൾ 40 വരുന്നുണ്ട് ഡിഫറൻസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 82ൻ്റെ കൂടെ 40 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് വരിക? 8ഉം 4ഉം 12, 122 വരും അടുത്ത ടേം. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയി നോക്കാം. 8ാമത്തെ ടൈപ്പ് എന്താണ് കൊടുത്തിട്ടുള്ളത്? 15, 16, 19, 28, 55. അടുത്ത ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഡിഫറൻസ് എടുത്ത് നോക്കാം. 16 - 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. 19 - 16 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. 28 - 19 എന്ന് പറയുമ്പോൾ എത്രയാണ്? 9. 55 - 28 എന്ന് പറയുമ്പോൾ എത്രയാണ്? 27. അപ്പോൾ നമുക്കിവിടെ ഡിഫറൻസ് നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് 1, പിന്നെ 3, പിന്നെ 9, പിന്നെ 27. അതായത് ഒരു 3 3 അങ്ങനെയല്ലല്ലോ വരിക. 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആദ്യം 1നെ, അപ്പോൾ 3 കിട്ടി. പിന്നെ 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടി. 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27 കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എത്രയാണ് വരിക? 27നെ 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 27 × 3, 3 7 21, 1 ശിഷ്ടം 2, 2 3 എന്ന് പറയുമ്പോൾ 6 7 8, 81 വരും. അപ്പോൾ എന്ത് ചെയ്യണം? 55 + 81 എഴുതേണ്ട നമുക്ക് ആൻസർ കിട്ടി. 81 കഴിയുമ്പോൾ എത്രയാണ്? 6 136 വരും. ഈ ടൈപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൈപ്പിലേക്ക് പോയി നോക്കാം. അടുത്ത ടൈപ്പ് എന്താണ്? 9ാമത്തെ ടൈപ്പ്. 2 3 5 11 35. അടുത്ത ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കുമ്പോൾ എന്തൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ? നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഫസ്റ്റ് നമുക്ക് ഡിഫറൻസ് എടുത്ത് നോക്കാം. 3ന്ന് 2 പോയിട്ടുണ്ടെങ്കിൽ 1, 5ന്ന് 3 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2. പിന്നെ അതേപോലെ 11ന്ന് 5 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 6. 35ന്ന് 11 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 24. എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അതായത് 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 കിട്ടി. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 6 കിട്ടി. പിന്നെ 6നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം 1 6 6 26 12 3 6 18 4 6 24 കിട്ടി. അടുത്തത് എന്ത് ചെയ്യണം? ഈ 24നെ നമ്മൾ 5 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അടുത്തത്. അത് നോക്കാം നമുക്ക്. 24 × 5, 4 5 20ന് 0 ശിഷ്ടം 2, 2 5 10 12, 120 വരും. ഡിഫറൻസ് ആണ് 120 വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ലാസ്റ്റത്തെ ടേം പ്ലസ് ഇത് ചെയ്യണം. അപ്പോൾ 120 + 35 എന്ന് പറയുമ്പോൾ എത്രയായി? 5 5 155 അടുത്ത ടേം വരുന്നത്. ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. അടുത്ത എക്സാമ്പിൾ എന്താണ്? 3 5 8 13 21. ഇത് നോക്കുമ്പോൾ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കി നോക്ക്. അതായത് 3 + 5 എന്ന് പറയുന്നതാണ് 8. അതേപോലെ തന്നെ 5 + 8 എന്ന് പറയുന്നതാണ് 13. പിന്നെ 8 + 13 എന്ന് പറയുന്നതാണ് 21. അതായത് മുന്നത്തെ 2 ടേമും കൂടെ ആഡ് ചെയ്യുന്നതാണ് 3ാമത്തെ ടേം വരുന്നത്. അങ്ങനെയാണെങ്കിൽ 21 കഴിഞ്ഞിട്ട് ഏത് ടേം വരിക? 13ഉം 21ഉം ആഡ് ചെയ്യണം. അപ്പോൾ 3ഉം 1ഉം 4,
1 2 3 34 വരും അടുത്ത ടേം. അപ്പോൾ ഈ ടൈപ്പും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.